എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പൂച്ചയൊക്കെ വീട്ടിലേക്ക് വന്നാൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, ദോഷമാണോ എന്നൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമാണ്, എന്ത് ചെയ്താലും ദാരിദ്ര്യം, വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല, ഒരു ഇതാണ് ദാരിദ്ര്യമായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ളവർ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ദാരിദ്ര്യമൊക്കെ മാറുന്നതിന്, നിത്യവും ജപിക്കുന്നതിന് ഒക്കെ ഒരു ഇത് തന്നിട്ടുണ്ട്. മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കതിന് കിട്ടിയിട്ടുണ്ട്, പകർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ജപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ദിവസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഫലം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ശ്രീസൂക്തമാണ്. ശ്രീസൂക്തം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെ കുറിച്ച് പറയുന്ന ഒരു മന്ത്രത്തെ, മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ജപിക്കുന്ന ഒരു മന്ത്രമാണ് ശ്രീസൂക്തം. ഓം ഹിരണ്യവർണാം ഹരിണിം സുവർണരഥസ്രജാം ചന്ദ്രാം ഹിരൺമയും ലക്ഷ്മി ജാതവേദോമ അവഹ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്രം വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. മന്ത്രം ഞാൻ പൂർണ്ണമായിട്ടും എഴുതി ഇടുന്നതാണ്. അപ്പോൾ നമ്പർ മുന്നുള്ള വീഡിയോസിലുണ്ട്, എന്നിരുന്നാലും ഞാൻ നമ്പർ ഒന്ന് പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 79 02 90 45 02. ഇതാണ് നമ്പർ. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും, പൂജയുടെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ഇടാം, നിങ്ങൾക്ക് മന്ത്രങ്ങൾ തരുന്നതാണ്. ആർക്കും ജപിക്കാം ശ്രീസൂക്തം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹപ്പിഴ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. 3 ദിവസം കൊണ്ട് അറിയാം. നമ്മൾ പറയുന്ന 5 മന്ത്രങ്ങളാണ് എല്ലാ ദിവസവും ജപിക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് ഗായത്രി മന്ത്രം, അതുപോലെ മനഃശാന്തി ലഭിക്കുന്നതിനും, നമ്മുടെ മനസ്സാകെ ശോകമായിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ 1 മിനിറ്റ് ഏകാഗ്രതമായി, ഞാൻ പ്രാണായാമം എന്ന് പറയുന്ന സംഭവം, പ്രാണായാമം നമ്മുടെ ഇടത്തെ മൂക്കടച്ച് വലത്തെ മൂക്കിൻ്റെ ശ്വാസം ഉള്ളിലേക്ക് പരമാവധി വലിച്ച് അടച്ചു പിടിച്ച് 2 മൂക്കും അടച്ചു പിടിച്ച് ഇടത്തെ മൂക്കിൽ കൂടെ കളയാം. വലത്തെ മൂക്കിയുടെ ശ്വാസം കയറ്റാം, അടച്ചു പിടിക്കുക, ഇടത്തെ മൂക്കിൽ കളയാം. ഇടത്തെ മൂക്കിയുടെ ശ്വാസം കയറ്റാം, അടച്ചു പിടിക്കുക, വലത്തെ മൂക്കിൽ കളയാം. അതാണ് പ്രാണായാമം. അത് നമുക്ക് ഈ ജപത്തിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് കിട്ടാനായിട്ട് ഈ പ്രാണായാമം 3 തവണ ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനഃശാന്തി ഇത് കിട്ടുന്നതാണ്. നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ മനസ്സിനൊരു സുഖം ഇത് കിട്ടും. അപ്പോൾ ആ സമയത്ത് ജപിക്കുക. അപ്പോൾ നമുക്ക് ആ വിഷമഘട്ടങ്ങളൊക്കെ മാറി കിട്ടും. ജപിച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറ്റും ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതയ്ക്കും ഗായത്രി മന്ത്രമുണ്ട്. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ ചൊല്ലേണ്ടുന്ന ഒരു രീതി മാത്രമാണ്. അതായത് നമുക്കുള്ള എല്ലാ ഗ്രഹപ്പിഴകളൊക്കെ മാറ്റുന്നതിന് ഗായത്രി മന്ത്രം ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു സഹസ്രനാമം, ഭഗവാന്റെ 1000 സഹസ്രനാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ആയുരാരോഗ്യം, രോഗായ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം, 1000 നാമങ്ങൾ. ഓക്കെ. ഗായത്രി മന്ത്രം ഓം ഭൂർഭുവസ്സഹം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്മതി യോന പ്രചോദയാത്. വിഷ്ണു സഹസ്രനാമം തുടങ്ങും ഓം വിഷ്ണുരത്കാരോ ബോധപ്രഭു എന്ന് പറയുന്ന വിഷ്ണു സഹസ്രനാമമുണ്ട്. സഹസ്രനാമങ്ങളായിട്ട് വായിക്കും. നിങ്ങൾ സ്തോത്രം വായിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, ഒരു സഹസ്രനാമം വായിക്കും. അപ്പോൾ ഞാൻ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാണാത്തവർ അത് പോയിട്ടൊന്ന് കണ്ടിട്ട് വരിക. അതിനുശേഷം സഹസ്രനാമമൊക്കെ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം. അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം നിത്യം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഗായത്രി മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ 108 മന്ത്രം ജപിക്കണം, അതാണ് ഏറ്റവും ഉത്തമം. ശ്രീസൂക്തം നമ്മൾ ജപിക്കുമ്പോൾ ഒരു 9 ആവർത്തിയെങ്കിലും വായിക്കണം. അതുപോലെ മഹാലക്ഷ്മി അഷ്ടകവും 9 പ്രാവശ്യം വായിക്കണം, അല്ലെങ്കിൽ ചൊല്ലണം. അതുപോലെ തന്നെ വിഷ്ണുമായ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താണ്, സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ശത്രുദോഷങ്ങളും രോഗായ ദുരിതങ്ങൾ, ആപത്തുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് 100% മാറുമെന്ന് ഞാൻ ഗ്യാരണ്ടി. ഇത്തരം മന്ത്രങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ 5 മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറും. ഇനി അതുപോലെ തന്നെ ഒരു മന്ത്രം കൂടിയുണ്ട്, ഉമാമഹേശ്വര മന്ത്രം. ഉമാമഹേശ്വര മന്ത്രം നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചോളൂ, ഞാൻ ധൈര്യമായിട്ടും തരാം. ഉമാമഹേശ്വരം ജപിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രണയബന്ധങ്ങളിലൊക്കെ വന്നിട്ടുള്ള വിള്ളലുകൾ ഒക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടാണ് ഉമാമഹേശ്വര മന്ത്രം. അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ജപിക്കുകയാണെങ്കിൽ, ഉമാമഹേശ്വര മന്ത്രം 1108 പ്രാവശ്യം ജപിക്കണം, എല്ലാ ദിവസവും ജപിക്കണം. 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. നമ്മൾ ജപിച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ഇത് പറഞ്ഞു തന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഈ വീഡിയോ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവരിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഒന്ന് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുന്നു. അപ്പോൾ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കും. നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ അല്ലേ, തൊട്ടടുത്താണ് ബെൽ ബട്ടൺ അമർത്തി വെക്കൂ. അതുപോലെ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലമർത്താൻ പറയണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ല, അടുത്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്താണ് ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളവിടെ ഗുരുവായിട്ട് മാറുകയാണ്. നിങ്ങളവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അതാണ്. ചിലപ്പോൾ അവർ ദാരിദ്ര്യം കൊണ്ട് നശിച്ചു, ഇനി ഒന്നുമില്ല, ആത്മഹത്യയുടെ വക്കിലാണ്. അവരിലേക്ക് ഈ മന്ത്രം ഒന്ന് ചെല്ലുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നും പറഞ്ഞ് അത് ജപിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആരാണോ അവനാണ് ആ ദൈവം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം ഹ്രീം സൗഹൃം ഭദ്രകാളി, ഓം ഹ്രീം ഉമാമഹേശ്വരായ.